എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 9 നമ്മുടെ ഇലക്ഷൻ നടന്നിട്ട് ഇപ്പോൾ ഇതുവരെ നോക്കുമ്പം 1 മാസവും 4 ദിവസമായി. മെയ് 4 റിസൾട്ട് അറിഞ്ഞ ശേഷം ഇന്നിപ്പോൾ 9-ാം ദിവസമാണ്. നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ നടന്ന ശേഷം നമ്മുടെ വോട്ടെല്ലാം കൊണ്ട് പെട്ടിക്കകത്ത് സ്ട്രോങ് റൂമിൽ കൊണ്ട് കയറ്റി വെച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നടത്തി, ബംഗാളിൽ നടത്തി, ആസാമിൽ നടത്തി. അവിടെയെല്ലാം ഇതിന് ശേഷം ഇലക്ഷൻ നടന്നിടത്ത് ഈ 4-ാം തീയതി തന്നെ ഫലം എല്ലായിടത്തും വന്നതിൽ ആസാമിലെ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി തന്നെ തുടരുന്നു. അവിടെ മന്ത്രിസഭയുണ്ടായി. ബംഗാളി മൊത്തം മാറി എല്ലാം പുതിയൊരു സിസ്റ്റമായിട്ട് പോലും പുതിയ ഗവൺമെൻറ് അവിടെ ഉണ്ടായി. തമിഴ്നാട്ടിൽ നിലവിൽ ആവശ്യത്തിനുള്ള ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും അവിടെ ഗവൺമെൻറ്റായി. ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ പിന്തുണ തെളിയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം സംവിധാനമായി. എന്നാൽ നമ്മൾ ഈ മലയാളിയുടെ മാത്രം അധോഗതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് കഷ്ടമാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഈ കോൺഗ്രസ്സിന് തന്നെ പോലും ഭരിക്കത്തക്ക രീതിയിലുള്ള ഭൂരിപക്ഷം ജനം കൊടുത്തു. ജനം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇങ്ങനെയായത്. സത്യത്തിൽ മലയാളികൾ എന്ത് ഭാഗ്യം കെട്ടവരാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ സംസ്ഥാന നേതാക്കന്മാരെ ആദ്യമേ അങ്ങോട്ട് ഡൽഹിക്ക് വിളിപ്പിച്ചു. ഇവന്മാർ മുഴുവൻ ഓരോ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. ഈ ഗ്രൂപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഒരൊറ്റ നേതാക്കന്മാർ പോലുമില്ല. അപ്പോൾ ഇവന്മാരെ അങ്ങോട്ട് വിളിപ്പിച്ചാൽ ഇവന്മാരുടെ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളല്ലേ പറയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജില്ലാ നേതാക്കളെ വിളിപ്പിച്ചു. ജില്ലാ നേതാക്കളെന്ന് പറയുന്നവരും ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. ഈ എറണാകുളം DCC പ്രസിഡൻറ്റും ഒക്കെ അങ്ങനെയൊക്കെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. ഗ്രൂപ്പ് ഇല്ലാത്തവന്മാരില്ലെന്നുള്ളതാണ്. കോൺഗ്രസ് അങ്ങ് മണ്ട തൊട്ട് താഴെ വരെ നോക്കുമ്പം എല്ലാ തലത്തിലും ഗ്രൂപ്പ് ഉള്ളവന്മാരേ ഉള്ളൂ. ഇനിയിപ്പം എനിക്ക് തോന്നുന്ന മിക്കവാറും പഞ്ചായത്ത് തലത്തിലുള്ള ആളുകളെയും കൂടെ വിളിക്കും. അതും കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടില്ല. സോഷ്യൽ മീഡിയ പറയുന്നുണ്ടല്ലോ വോട്ട് ചെയ്തവരെ എല്ലാം കൂടെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1.5 കോടി ജനം ഇവിടുന്ന് ട്രെയിനിൽ കയറി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ആസ്ഥാനത്തോട്ട് പോയി ഈ കാര്യത്തിലൊരു തീരുമാനം ഗവൺമെൻറ് ഇവിടെ ഉണ്ടാക്കി തരണമെന്ന് സംസാരിക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാളിയുടെ അധോഗതി എന്ന് പറഞ്ഞാൽ പോരെ. ഇനി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? രാഹുൽ ഗാന്ധി, ഖാർഗെ, വേണുഗോപാൽ. ഇവർ 3 പേരുമാണ് ഹൈക്കമാൻഡ്. ഖാർഗെ എന്ന് പറഞ്ഞാൽ വടി കോളെ തന്ന ഒരു പടുകളവൻ. പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനും അഭിപ്രായം ഇല്ലാത്ത ഒരാൾ. അപ്പോൾ പിന്നെ ആരാ ഈ ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണുഗോപാൽ തന്നെയാണ്. അതായത് വേണുഗോപാലിനെ ആക്കണമെന്ന് വേണുഗോപാൽ തന്നെ ചർച്ച ചെയ്യുന്ന സംവിധാനമാണ് ഹൈക്കമാൻഡ് നടക്കുന്നത്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അപ്പം വേണുഗോപാലിൻ്റെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്ര നീളുന്നത്. അതായത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സോണിയയും പ്രിയങ്കയും ഖാർഗെയും രാഹുലും ഒന്നും അല്ലെന്ന് നമ്മൾ തെളിഞ്ഞു. അതുകൊണ്ടാണ് ഇതുവരെ തീരുമാനമാകാത്തത്. ഇപ്പോൾ വേണുഗോപാൽ ഒന്ന് തീരുമാനിക്കുക, ജനം മുഴുവൻ എതിരാ, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അപ്പം തന്നെ ഈ പ്രശ്നം തീരും. പിന്നെയുള്ളത് ഇവിടുത്തെ രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നമുള്ളൂ. അത് ഒരുത്തിന് തല അങ്ങോട്ട് വലിച്ചു പറിച്ച് കൊടുത്ത് ഒരുത്തിന് വാലും പറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നടുക്കഷ്ണം ആമ്പിള്ളേർക്ക് കൊണ്ടുപോയാൽ ഈ മണ്ടന്മാർ സമ്മതിക്കും. അപ്പോൾ ഇത് ഒന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് തന്നെ വേണുഗോപാൽ, അയാളൊന്ന് മാറിക്കൊടുത്താൽ ഇത് തീരും. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ വേണുഗോപാലിന് ഇപ്പോൾ 63 വയസ്സുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഒരു 20 വർഷത്തേന് കേന്ദ്രത്തിൽ ഏതൊക്കെയായാലും കോൺഗ്രസ്സിന് ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് ഓരോ സ്റ്റേറ്റിലും ചെന്നിട്ട് എല്ലാ സ്റ്റേറ്റുകളും തകർത്ത് കളഞ്ഞു. ബംഗാൾ തകർത്തു, ആസാം തകർത്തു, പഞ്ചാബ് തകർത്തു, മഹാരാഷ്ട്ര തകർത്തു, മധ്യപ്രദേശ് തകർത്തു, രാജസ്ഥാൻ തകർത്തു, ആന്ധ്രയിലില്ല, തമിഴ്നാട്ടിലില്ല. ഒരിടത്തോട്ടും അടുക്കണ്ടാത്ത സാഹചര്യത്തിൽ ആകെയുള്ളത് കേരളത്തിൽ മാത്രമോ. ഈ പ്രാവശ്യം ഇവിടെ കിട്ടിയില്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ ചിന്തിക്കുന്നത് ഈ പ്രാവശ്യം ഇവിടെ ഭരണം കിട്ടിയില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ കെ.സി. വേണുഗോപാലിൻ്റെ ജീവിതത്തിൽ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് പുള്ളിയുടെ വിഷയം. ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും അതിനകത്തൊരു അധികാരമൊന്നും ഇല്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയായിട്ടോ ഒരു പ്രധാനമന്ത്രിയായിട്ടോ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടോ ഒക്കെ കറങ്ങുന്നതിൻ്റെ ഒരു സുഖം രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ, അതില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാൾ കിടന്ന് ഈ വലിയ പിടുത്തം പിടിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ജനം ഇതുപോലെ എതിർക്കുമെന്നുണ്ട് ഈ മണ്ടം വിചാരിച്ചുമില്ല. ജനം ഇങ്ങനെ ശല്യം ഉണ്ടാക്കുമെന്ന് ഇയാൾക്കൊരു ചിന്ത ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇയാൾ ഇതിന് കൂടുതൽ ഇറങ്ങി പുറപ്പെട്ടത്. കെ.സി. വേണുഗോപാൽ അങ്ങ് പിന്മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരും. ഇനി ഇപ്പം മനസ്സിലാക്കുന്നത് ഇവന്മാർ 3 ഗുസ്തിക്കാരൂടെ കിടന്ന് മസിൽ പിടിക്കുന്നത് കൊണ്ട് ഈ വിഷയം സോണിയാഗാന്ധിയോട് പരിഹരിക്കാൻ ഹൈക്കമാൻഡ് പറഞ്ഞെന്നാണ് പറയുന്നത്. ആരൊക്കെ പറഞ്ഞു? വേണുഗോപാലും ഖർഗെയും
രാഹുൽ ഗാന്ധിയും കൂടി അവർ 3 പേരും നോക്കിയിട്ട് പറ്റാത്ത പ്രശ്നം ഇനി പരിഹരിക്കാൻ സോണിയാഗാന്ധിയെ ഏൽപ്പിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സോണിയ AK ആൻ്റണിയോട് അഭിപ്രായം ചോദിച്ചേക്കുന്നു. ഞാൻ മലയാളിയോട് പറയട്ടെ, ഇതുപോലെ ഒരു നിർഗുണൻ കേരളത്തിൽ വേറെ ഇല്ല. അയാളെ കൊണ്ട് അയാൾക്ക് പോലും ഒരു ഗുണമില്ല, ആർക്കും ഇല്ല, ഒരു ഗുണവുമില്ല, ഒരു ദൂഷ്യമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിലോട്ട് പന്തി ചെന്നു. അയാളിപ്പോൾ എന്നാ പറയുന്നറിയോ, ഇവന്മാരെ 3 അങ്ങോട്ട് മാറ്റിയിട്ട് ആർക്കും ഒരു ഗുണവും ഒരു ദൂഷവും ചെയ്യാത്ത, ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു പഴങ്കഞ്ഞിയെ, നല്ല പടുവൃദ്ധനായ ഒരാളെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കിയേക്കാൻ പറയും. ഏതൊക്കെയാലും സോണിയയെ ഇയാൾ ഉപദേശിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ തോന്നുന്നു, ഇന്നിപ്പോൾ ഞാൻ ഏതോ ഒരു മീഡിയയ്ക്കകത്ത് കണ്ടു, സോണിയയെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പോകുമെന്ന്. അപ്പോൾ സോണിയ ഇനി അവിടെ നിന്ന് ഇറങ്ങി വരാൻ 1 മാസം താമസം ഉണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാകാൻ 1 മാസം കൂടെ താമസം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ പേരിൽ 1 മാസം, അതിനു മുമ്പ് ഇലക്ഷൻ്റെ ഒരുക്കത്തിൻ്റെ പേരിൽ 1 മാസം, ഇലക്ഷൻ പ്രചാരണം 1 മാസം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ട് പെട്ടിയിലിരുന്ന് 1 മാസം, ഇപ്പോൾ അത് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞിട്ട് 9 ദിവസം. ഫലത്തിൽ ഒരു ഗവൺമെൻറ് ഇല്ലാതായിട്ട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാകാൻ കേരളത്തിൽ വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 4 മാസമാണ്. ഈ 4 മാസം കൊണ്ട് അനേക ആളുകൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങുക. ഓരോ ഓഫീസിലും തീരുമാനമാകാത്ത അവസ്ഥ വരുമ്പോൾ ശരിക്കും കേരളത്തിൽ ഭരണസ്തംഭന ഉണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം വേണ്ടതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഇതങ്ങ് ചലിക്കുന്നതെന്നല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലെന്നുള്ള പ്രധാന വിഷയം. ഏതാണ്ട് 4 മാസമായിട്ട് സംസ്ഥാനത്ത് ഭരണസ്തംഭന ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇനി ഒരു തരത്തിലും ഇത് തീരുമാനമാകുകയല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കട്ടെ, എന്തെങ്കിലും വിധത്തിൽ ഇത് ഒന്നുകിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി കേരളത്തെ മാറ്റാവോ? ഇതിന് മാത്രം വലിയ വലിപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും വീതിയിൽ ഇത്രയും നീളത്തിൽ പാവയ്ക്ക പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനമല്ലേ. ആ കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി പോലെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രീതിയിലൊന്ന് ഭരണ പ്രദേശമാക്കി മാറ്റാമോ? അതല്ലെങ്കിൽ എന്തെങ്കിലും വകുപ്പുകളുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെയും കൂടി ഈ തമിഴ്നാടിൻ്റെ കൂടെ അങ്ങോട്ടൊന്ന് കൂട്ടാമോ? ഒന്നുമല്ലല്ലോ, അവിടെ ഇപ്പോൾ 200 യൂണിറ്റ് വരെ കറണ്ട് ഫ്രീയാണ്. തന്നെയുമല്ല, ആ ബില്ലുകൾ മാസത്തിൽ വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കറണ്ട് കാശേലും കുറഞ്ഞു കിട്ടും മനുഷ്യന്. തന്നെയല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വളരെ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവന്മാരുടെ അടി തീർന്ന് ഈ ഗവൺമെൻറ് എന്നത്തേന് പ്രഖ്യാപിക്കും. 23-ാം തീയതി വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും 23-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ പിന്നെ മന്ത്രിമാർക്ക് വേണ്ടി നടക്കാൻ പോകുന്ന അടി എന്നതായിരിക്കും. ഇവിടെ 6, 7, 8 ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിനും ഘടകകക്ഷികൾക്കും എല്ലാം കൂടെ വീതം വെച്ച് കഴിയുമ്പോൾ മന്ത്രിമാരുടെ അടിയും കൂടെ കഴിയുമ്പോൾ ഈ സംവിധാനം ഒന്നായി വരാൻ മിനിമം ഒരു 4 മാസം കൂടെ പിടിക്കും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലൊന്നും, നമ്മുടെ സിനിമാക്കാരുടെ ഇടയിലൊന്നും ഈ വിജയിയെപ്പോലെ ഒരാളില്ലയോ? കേരളത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ചെറുപ്പക്കാരുടെ ഇടയ്ക്ക്, വിദ്യാഭ്യാസവും വിവരമുള്ളവരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് വന്നായിരുന്ന ഈ മുതുക്കന്മാരുടെ പട, ഈ ഗ്രൂപ്പുകളുടെ പട, ഈ ഹൈക്കമാൻഡിൻ്റെ പട, ഇതെല്ലാം അങ്ങ് തീർന്നേരമായിരുന്നു. നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പം, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടു, പെണ്ണ് പോയി കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചപ്പം കൂട്ടത്തിൽ പോയ അമ്മാവനായി പെണ്ണിനെ കെട്ടണമെന്നുള്ള അവസ്ഥയായി ഇപ്പം മാറിയെന്ന്. അതുകൊണ്ട് ഇത് കൂട്ട് ഈ വാർദ്ധക്യത്തിൽ കല്യാണം കഴിക്കാൻ നടക്കുന്ന അമ്മാവന്മാരെ എല്ലാം ഒഴിവാക്കിയിട്ട് തമിഴ്നാട്ടിലുണ്ടായതുപോലെ ആ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും കാര്യങ്ങൾ ഓരോന്നോരോന്നും ചെയ്യാൻ തുടങ്ങിയപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിനെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിൽ വിജയിയെപ്പോലെ ഒരാൾ കേരളത്തിൽ എഴുന്നേറ്റാൽ, അങ്ങനെ ഒരാൾ ഏറ്റു വന്നായിരുന്നെങ്കിൽ ഈ വയസ്സന്മാരുടെ പടയെല്ലാം ഒഴിവാക്കി സംസ്ഥാനത്തൊരു നല്ല ഭരണം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് ആശിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.